ബീഫിൻ്റെ വടിപാട് കഴിയും വാര്യല്ലത് വാര്യല്ലാണ് കിടക്കട്ടെ ഇതൊരു പീസിന് എത്ര റുപ്യ ചിക്കന് പീസ് മറ്റേ മന്തിക്കാവുന്നെങ്കിൽ 170 രൂപ സെറ്റായിട്ടില്ല. സിംഗിൾ ആണെങ്കിലോ മന്തിയെ സിംഗിളായിട്ട് വരൂലേ? സിംഗിളായിട്ട് 200 അടുത്ത് വരും ഒരു പീസില്ല. ബീഫില്ല? ബീഫുണ്ട്. ബീഫിന് എത്ര? ബീഫിന് 300 സംതിങ് ഒരു കോട്ടൺ. പിന്നെ ബീഫ് റിബ ഞാൻ ആലുവയിലെ കവലിയിലെ ജല്ലിക്കെട്ട് ബീഫ് മന്തി കാണില്ലേ അപ്പോൾ സ്മൂത്തായിട്ട് വളരെ സ്മൂത്തായിട്ട് പിന്നെ കഴിക്കും എടുക്കും ടേസ്റ്റാണ്. മസാല നേരെ പിടിച്ചിട്ടില്ല, എല്ലാം നന്നായിട്ട് ബന്ധപ്പെട്ട് അവിടെ കാണിച്ചെന്ന വിധത്തിൻ്റെ മസാല ഉണ്ടല്ല, മസാല നേരെ പിടിച്ചിട്ടുണ്ട്. ജല്ലിക്കെട്ട് ബീഫ് ചിക്കൻ മന്തിയും ബീഫ് റിപ്പും ജല്ലിക്കെട്ട് ബീഫ് റിപ്പും നല്ല കോമ്പിനേഷനാണ്. ഇപ്പം ഇതെന്തായാലും മയനീസോ മനുഷ്യനും ഉപയോഗിക്കാറില്ല. ഒരു രക്ഷപ്പൊടി ബീഫിൻ്റെ പുറമെ ചിക്കൻ്റെ ജല്ലിക്കെട്ട് ബീഫ് വരാണ്ട്, ജല്ലിക്കെട്ട് ചിക്കൻ വരാണ്ട്, അത് കഴിഞ്ഞ് കഴിക്കണം. ഇതിനിങ്ങനെ വരുന്ന 350 രൂപ പ്ലസ് GST അതിൻ്റെ റേറ്റ്. ഇത് ചിക്കന് പ്ലസ് 200 GST മാത്രം വരും, വിത്തൗട്ട് മന്തി അതിൻ്റെ റേറ്റ് വരും. ഇത് ജല്ലിക്കെട്ട് ചിക്കൻ മന്തി എന്നത് 270 രൂപയാണ്. ആണ്. അപ്പോൾ തന്നതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ ബീഫ് റിപ്പ് ഇതാണുള്ള 4 പോലെ ആക്കി കഴിക്കാൻ പ്ലേറ്റ് കാര്യമാക്കി കുറച്ച് മയനീസ് ബാക്കിയുണ്ട്. വേറെ മയനീസും കഴിക്കില്ല. പിന്നെ കുറച്ച് ശക്ത എന്താണ് തക്കാളി സോസ് അതല്ല അപ്പോൾ കുഴപ്പവും കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ്റെ ജല്ലിക്കെട്ട് ഉണ്ടാവും ചോദിച്ചു. പക്ഷേ ആരും പക്ഷേ സാധനം കഴിക്കുന്നത്രേ. പിന്നെ നെക്സ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ കൂടിയ വേറെ രക്ഷയില്ല, കൂടിയാണ്. അതെ, ബില്ല് വന്നിരിക്കണം ഇങ്ങനെയാണ്. ഇവിടെ ആദ്യം കഴിച്ചത് എന്താണ്, ഇവിടെ ജല്ലിക്കെട്ട് ബീഫ് മന്തി, അതിൻ്റെ ബില്ലാണ് ഇത്. പിന്നെ മറ്റേ ബില്ല് പാൽക്കപ്പയുടെ ബില്ലാണിത്. പാൽക്കപ്പ ബില്ല് വന്നിരിക്കുന്നത്
പാൽക്കപ്പട ബില്ല് വന്നിരിക്കുന്നു ഇവിടെ. പാൽക്കപ്പട ബില്ല് ഇവിടെ 450.